വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയ ആദ്യ കപ്പലിൽ മലയാളി ജീവനക്കാരനും പാലക്കാട് വാണിയംകുളം സ്വദേശി പ്രജീഷാണ് ആദ്യം തീരം തൊട്ട സാൻ ഫെർണാണ്ടോ കപ്പലിലെ ഏക മലയാളി ജീവനക്കാരൻ. ദീർഘനാളത്തെ കാത്തിരിപ്പിനൊടുവിൽ കേരളത്തിന്റെ സ്വപ്നദൗത്യം നിറവേറുമ്പോൾ പാലക്കാട് വാണിയംകുളം സ്വദേശിയായ പ്രജീഷിന്റെ കുടുംബം ഇരട്ടി സന്തോഷത്തിലാണ്. ലോകശ്രദ്ധ നേടി വിഴിഞ്ഞം തീരം തൊട്ട ആദ്യ കപ്പലിൽ ജീവനക്കാരനായി തന്റെ മകനുണ്ടെന്ന അഭിമാനം പങ്കിടുകയാണ് പ്രജീഷിന്റെ രക്ഷിതാക്കൾ. ജൂലൈ 2-ന് ചൈനയിലെ സിയാമൻ തുറമുഖത്തു നിന്നും പുറപ്പെട്ട മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പ് വ്യാഴാഴ്ച രാവിലെ 7:15 വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിലെത്തിയത്. 38 വയസ്സുകാരനായ പ്രജീഷ് 10 വർഷങ്ങൾക്ക് മുൻപാണ് കപ്പലിലെ ജോലിയിൽ പ്രവേശിച്ചത്. പ്രജീഷ് അടക്കം 5 ഇന്ത്യക്കാരും 17 വിദേശികളും ഉൾപ്പെടെ 22 ജീവനക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത്. കേരളത്തിന്റെ ചരിത്ര ദൗത്യത്തിന് തുടക്കം കുറിക്കുന്ന മുഹൂർത്തത്തിൽ തന്റെ മകനും പങ്കാളിയാകാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് പ്രജീഷിന്റെ രക്ഷിതാക്കൾ പറഞ്ഞു. സിയാമൻ തുറമുഖത്ത് നിന്ന് വിഴിഞ്ഞത്തേക്ക് എത്തിച്ചേർന്ന ആദ്യത്തെ കപ്പലിൽ എൻ്റെ മകനും കൂടി ഉണ്ടായിരുന്ന ഈ വിഴിഞ്ഞം പദ്ധതിയുടെ ഉദ്ഘാടനത്തിൽ പങ്കാളിയായതിനെ ഞാൻ അഭിമാനിക്കുന്നു. വാണിയംകുളം അങ്ങാടിയിൽ അജീഷ് നിവാസിൽ ഗോവിന്ദരാജിന്റെയും ശശിപ്രഭയുടെയും മകനായ പ്രജീഷ് പോളിടെക്നിക് പഠനത്തിന് ശേഷമാണ് മറൈൻ ഷിപ്പ് കോഴ്സ് പഠിച്ചത്. ജോലിയിൽ പ്രവേശിച്ച ശേഷം 3 കമ്പനികൾക്ക് കീഴിൽ ജീവനക്കാരനായി. ലോകത്തെ 2ാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിലെ ജീവനക്കാരനായി ജോലിയിൽ പ്രവേശിച്ചിട്ട് 1 വർഷം തികയും മുൻപാണ് ഈ അപൂർവ നിമിഷത്തിന്റെ ഭാഗമാകാൻ കഴിഞ്ഞത്. ഭാര്യ ശരണ്യയും മകൻ വിഹാനും അടങ്ങുന്ന പ്രജീഷിന്റെ കുടുംബം അതീവ സന്തോഷത്തിലാണ്. ന്യൂസ് മലയാളം, പാലക്കാട്.